ഹായ് കൂട്ടുകാരെ, നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും കൂടി വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം അല്ലേ. അത് ആദ്യം സെൻട്രലായിട്ടൊരു ഡോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ചുറ്റുമായിട്ട് ഇങ്ങനെ സർക്കിൾ പോലെ ഫോം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ സർക്കിൾസ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കതിനെ കളർ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കയ്യിൽ ബ്ലാക്ക് പെൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് മാർക്കർ പെൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലായിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് എല്ലാ സർക്കിളിനും ഷെയ്ഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ സാധാരണ നമ്മുടെ ഇങ്ക് പെൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് എന്ത് ചെയ്യുക, കർവിലായിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര വലിയ സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്കത് റിലീഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മൈൻഡ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പിക്ചറായി കിട്ടുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്താ വെച്ചെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്താണ് റിലീഫായിട്ട് കിട്ടും. അപ്പം ഞാനിത് വീണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഒരു 3D ഫോം പോലെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ പിക്ചർ? ഇതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ മൈൻഡ് ഒന്ന് റിലീഫ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.